എല്ലാ ക്രിമിനലുകളും രക്ഷപ്പെട്ടു പോകും, ഒരു സംശയം വേണ്ട. അത്തരത്തിലുള്ള ഉപദേശമാണ് അദ്ദേഹം കൊടുക്കുന്നത്. ഇവിടെ എന്താ പറയുന്നത്? അദ്ദേഹം രക്ഷപ്പെടുമ്പോൾ സെൻട്രൽ ജയിലൊന്ന് പരിശോധിക്കണം, നോക്കണം. ഇതിന്റെ ഈ മതിലിന് അവിടെ ചുറ്റ് ഇതുണ്ട്, കമ്പിവേലിയുണ്ട്. അതിന്റെ 2-3 കാര്യങ്ങളാണ്. എങ്ങനെ ഈ ഗോവിന്ദസ്വാമി എങ്ങനെയാണ് അദ്ദേഹം താമസിക്കുന്ന ആ റൂമിൽ നിന്നും ആ വാതിൽ നിന്നും പുറത്തു വരുന്നത്? അത് മുറിച്ചു കളയാനുള്ള ഉപകരണങ്ങൾ ആര് കൊടുത്തു? രണ്ടാമത്തത്, അദ്ദേഹം നടന്ന് ഈ പറയുന്ന സ്ഥലത്ത് എത്തണമെങ്കിൽ ആ സ്ഥലത്തുമായി ബന്ധപ്പെട്ട് അതിനുള്ള സൗകര്യങ്ങൾ ആര് ഒരുക്കി കൊടുത്തു? അവിടെ വേറെ സംവിധാനങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും വിശ്വസിക്കാൻ സാധിക്കുമോ? അതിനുശേഷം അദ്ദേഹം ഈ മതിലിന്റെ അടുത്തെത്തി. അവിടുന്ന് അദ്ദേഹം കയറി പോകുന്നു. ഈ ഒറ്റ കയ്യനായ, ഒരു കൈയില്ലാത്ത ഒറ്റ കയ്യനായ, കൊടിച്ചുമനായ ഈ നാടിന്റെ ശാപമായ ആ ഗോവിന്ദസ്വാമി എങ്ങനെ മതിൽ ചാടി പുറത്തോട്ട് വരുന്നു? നിങ്ങൾ ആലോചിക്കണം, എങ്ങനെ മതിൽ ചാടാൻ സാധിക്കുന്നു? ഇതിനാരാണ് സഹായം ചെയ്തു കൊടുത്തത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഈ അവിടുന്ന് നടന്നു വന്ന് ഈ ജയിലിന്റെ ഈ മതിലിന്റെ അടുത്തെത്താൻ വേണ്ടി മറ്റു തടവുകാർക്ക് സാധിക്കുമോ? ഇല്ല. അപ്പോൾ അതിന് ഒത്താശ ചെയ്തു കൊടുത്തിരിക്കുന്നത് കൃത്യമായും ഈ ജയിലിന്റെ ഉള്ളിലുള്ള ജീവനക്കാര് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ പറയുന്നു ഇവിടെ ജീവനക്കാർ കുറവാണ്. എന്താണ് ജീവനക്കാർ കുറവ്? എങ്ങനെയാണ് കുറവായത്? എന്തുകൊണ്ട് ആളെ പറ്റ വെക്കാൻ പറ്റുന്നില്ല? ഇവര് നിയമിക്കുന്നത് എവിടെ നിന്നാണ്? പ്രിയമുള്ളവരെ, ഈ സെൻട്രൽ ജയിലിൽ PSC ത്രൂ എത്ര നിയമനങ്ങളാണ് നടന്നിട്ടുള്ളത് എന്ന് നിങ്ങൾ എടുത്ത് പരിശോധിക്കണം. ഇവിടെ സെൻട്രൽ ജയിലിൽ വെക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ടെമ്പററി ആയി എടുക്കുന്നു, കുട്ടി സഖാക്കളെ എടുക്കുന്നു. ആ സഖാക്കൾ വന്നു കഴിഞ്ഞാൽ എന്താണ്? കുട്ടി സഖാവും ക്രിമിനൽ സഖാവും രണ്ടുപേരും കൂടിച്ചേരുമ്പോൾ എന്താണ് സംഭവിക്കുക? നിങ്ങൾ പരിശോധിക്കണം. ഇവിടെ കൊടിസുനിയും ഇവിടെ ഗോവിന്ദസ്വാമിയും ഒക്കെ ഉൾപ്പെടെയുള്ളവർ ഈ ജയിലിൽ കാട്ടിക്കൂട്ടുന്നത് എന്ത് തോന്നിവാസമാണ്? ഇവിടെ എന്ത് സാധനം വേണ്ടത്? ഇവിടെ നാട്ടിലെ കടകളിൽ കിട്ടാത്ത സാധനങ്ങളൊക്കെ ഈ സ്ഥലത്ത് കിട്ടും. വേസ്റ്റ് ഈ സാമൂഹ്യ വിരുദ്ധർ ഉപയോഗിക്കുന്ന മുഴുവൻ സാധനങ്ങളും കിട്ടുന്ന ഒരു സ്ഥലം കേരളത്തിൽ എവിടെയുണ്ട് എന്ന് ചോദിച്ചാൽ അത് കണ്ണൂരിലെ സെൻട്രൽ ജയിലാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. നിങ്ങൾക്ക് കഞ്ചാവ് വേണോ? ഏടിന്റെ പണ്ട സെൻട്രൽ ജയിലിൽ കിട്ടും. നിങ്ങൾക്ക് മറ്റേ MDMA വേണോ? ഏടെ വേണ്ട, അതിവിടെ കിട്ടും. ഇതിന്റെ ഉള്ളിലുണ്ട്. മദ്യം വേണം, എന്തിനു പോയി ഉപയോഗിക്കുന്നു? ഇവിടെ കിട്ടും. ഇവിടെ അതിന്റെ സ്ഥലമുണ്ട്. പിന്നെ എന്തെല്ലാം വേണ്ടത്? പിന്നെ ഇവിടെ ഇപ്പോ ഭക്ഷണ സാധനം ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അതിന്റെ മറവിൽ എന്താണെന്ന് ആലോചിക്കും. ഞാൻ അതിലൊക്കെ ഒന്ന് കടന്നുപോകും. പിന്നെ അതിനേക്കാൾ നല്ല സൗകര്യം കിട്ടും, നല്ല സുരക്ഷിതത്വം കിട്ടും. എന്താ? ഇവിടെ ഒരു കൊലക്കേസിലെ പ്രതി ഇവിടെ കിടക്കുമ്പോ, പ്രിയമുള്ളവരെ, അദ്ദേഹത്തിന് വീട്ടിൽ കൊണ്ടുപോയിട്ട് സംസാരിക്കാൻ കഴിയും, നാട്ടിൽ പുറത്ത് കൊണ്ടുപോയിട്ട് സംസാരിക്കാൻ കഴിയും. അപ്പൊ അദ്ദേഹത്തിന് ഏറ്റവും വലിയ സ്ഥലത അദ്ദേഹത്തെ ഉല്ലസിക്കാൻ. ഞാനത് എടുത്തു പറയണം. അതിന് പറ്റിയ സ്ഥലത കണ്ണൂർ സെൻട്രൽ ജയിൽ. നിങ്ങളെല്ലാരും വാർത്തയിൽ കണ്ടല്ലേ, ഞാൻ പറയുന്നല്ലോ, നിങ്ങളെല്ലാരും പത്രത്തിൽ വായിച്ചതല്ലേ? അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. അപ്പൊ പിന്നെ എന്താ സൗകര്യം കൂടും? എല്ലാ സംഭവങ്ങളും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് നമ്മൾ പറയുന്ന സാധനങ്ങളെല്ലാം കിട്ടുന്ന സ്ഥലം ഏതാണെന്ന് കുട്ടികളോട് ചോദിച്ചാൽ ഇപ്പോൾ കുട്ടികളടക്കം പറയും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കിട്ടുന്ന സാധനം ഇവിടെ കിട്ടും. എല്ലാ സാധനം ഒരാള് നശിപ്പിക്കാൻ വേണ്ട എല്ലാ സാധനവും ഇവിടെ കിട്ടും. തുറന്നു വിട്ടിരിക്കുകയാണ്. മൊബൈൽ ഫോൺ കിട്ടും, കഞ്ചാവ് കിട്ടും, ക്യാൻസ് കിട്ടും, മറ്റുള്ള സാധനങ്ങൾ കിട്ടും. ഞാൻ മുമ്പേ പറഞ്ഞ സൗകര്യവും കിട്ടും. പിന്നെ എന്താ ജയിലിൽ പോയാല്? എന്ത് പ്രയാസമാണ്? ഗോവിന്ദസ്വാമിയെ പോലെയുള്ളവര് പിന്നെ ജയിലിൽ എന്താ പ്രശ്നം?
ഓൻ ഏറ്റവും സുഖകരമായി ജീവിക്കാൻ പറ്റുന്ന സ്ഥലം ഏതാണ് എന്ന് ഗോവിന്ദസ്വാമിയോട് ചോദിച്ചാൽ ഗോവിന്ദസ്വാമി പറയും അവന്റെ വീടല്ല, അവന്റെ അമ്മ വീടല്ല, അവന്റെ അപ്പന്റെ വീടല്ല, മറിച്ച് കണ്ണൂര് സെൻട്രൽ